നമസ്കാരം. പൊളിറ്റിക്കൽ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. യോഗി ആദിത്യനാഥിനെ കുറിച്ചുള്ള ചോദ്യം മോദിയുടെ കാലശേഷം അല്ലെങ്കിൽ മോദിക്ക് ശേഷം അല്ലെങ്കിൽ മോദിയുടെ പിൻഗാമിയായിട്ട് BJPയും RSSും മുന്നോട്ട് വെച്ചതായിരുന്നു യോഗി ആദിത്യനാഥ്. അദ്ദേഹം MP ആയിരിക്കുന്ന സമയത്താണ് UPയിൽ ആദ്യമായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായി വരുന്നത്. ഭൂരിപക്ഷം MLAമാർക്കും അവിടെ ഇതിനോട് എതിർപ്പുണ്ടായിരുന്നെങ്കിൽ പോലും BJPയുടെയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെയും തീരുമാനപ്രകാരം, ഒപ്പം അമിത്ഷായും ഉണ്ടാകും, അമിത്ഷാ അന്ന് ദേശീയ അധ്യക്ഷനാണ് BJPയുടെ, ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. പക്ഷെ നമ്മൾ കാണുന്നത് ഒരു രണ്ടാം ഘട്ടമാകുമ്പോഴേക്ക് UPയിൽ BJPക്ക് വലിയ തിരിച്ചടി കിട്ടുന്നു. യോഗി ആദിത്യനാഥിനെതിരെ അവിടെയുള്ള ഭൂരിപക്ഷം BJP നേതൃത്വവും നേതാക്കളും ഒക്കെ എതിരാകുന്നു. ഉപമുഖ്യമന്ത്രിമാരും മറ്റ് MLAമാരും യോഗിയോട് രൂക്ഷമായ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. അദ്ദേഹം മാറണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ ദേശീയ നേതൃത്വമായിട്ട് ചർച്ച നടത്തുന്നു. ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൂടെ കടന്നു. ഇപ്പം 10 അസംബ്ലി മണ്ഡലങ്ങളിൽ UPയിൽ ഇലക്ഷൻ നടക്കേണ്ടതുണ്ട്. പക്ഷേ അവിടെ ഇലക്ഷൻ നടത്താൻ പറ്റുന്നൊരു സാഹചര്യമല്ല എന്നുള്ളതുകൊണ്ട് അവർ പല കാരണങ്ങൾ പറഞ്ഞ് ഈ ഇലക്ഷൻ മാറ്റി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്തായിരിക്കും യോഗി ആദിത്യനാഥിൻ്റെ ഈ രാഷ്ട്രീയ ഭാവി? അല്ലെങ്കിൽ BJPക്ക് യഥാർത്ഥത്തിൽ അവരുടെ ഏറ്റവും ശക്തി കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ട്, ഇപ്പം രാമക്ഷേത്രമൊക്കെ അയോധ്യയിൽ പണിത് വലിയ തോതിൽ അവിടെ ജനപിന്തുണ ഉണ്ടാവുന്ന പ്രതീക്ഷ സ്ഥലത്താണ് വലിയ തിരിച്ചടി കിട്ടുന്നത്. ഇപ്പം മോദി തന്നെ 10 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പ്രഖ്യാപിച്ച സ്ഥലത്ത് കിട്ടിയ വോട്ടിൻ്റെ 1 ലക്ഷം വോട്ടാണ് കിട്ടുന്നത്. കോഴിക്കോട് MK രാഘവനിട്ട് ഭൂരിപക്ഷം മാത്രമേ മോദിക്ക് കിട്ടിയുള്ളൂ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ തിരിച്ചടികളിലേക്ക് പോവാൻ ഈ യോഗിയെ എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയേറെ വെറുത്തുപോയത്? 2-3 കാര്യങ്ങളുണ്ട്. യോഗി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത് ഇവരാരും ആക്കിയിട്ടല്ല. രാമസേന എങ്ങനെയാണ്ട് പശുവിനെ സംരക്ഷിക്കുന്ന സേനയൊക്കെ ഉണ്ട്, പശുക്കളെ വളർത്തുന്ന ബലമായിട്ട്. അന്നൊക്കെ പറഞ്ഞത് എല്ലാ നേതാക്കന്മാരെയും പേടിപ്പിച്ച് ഞാനാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ആകുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് അദ്ദേഹം MP ആയിരുന്നു. ഇത് രണ്ടാമത് മത്സരിച്ച ജയിക്കുന്നത് MLC ആയിട്ട് വരുന്നു. അപ്പം ഈ മോഡി ഭയപ്പെടുത്തി തന്നെയാണ് നേതാവാകുന്നത്. അപ്പോൾ ഇവർ പ്രധാനമന്ത്രിയാക്കാനാണ് യോഗി ഒരിക്കലും ആലോചിച്ചിട്ടില്ല. അല്ല, അത്തരത്തിലുള്ള ചില ചർച്ചകൾ യോഗി ആ പ്ലാൻ ചെയ്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. അതെ, യോഗി ആ പ്ലാനിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തോൽവിയെക്കുറിച്ച് പറഞ്ഞു, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ. അത് യോഗിയും കൂടി ആഗ്രഹിച്ചിരുന്നാണെങ്കിലോ. രാമജന്മഭൂമി ഒരവിടെ പണിത് അമ്പലം പ്രതിഷ്ഠിച്ചിട്ടും ജനങ്ങൾ വോട്ട് ചെയ്യില്ല. ആർക്ക് വോട്ട് ചെയ്യില്ല? യോഗിക്കല്ല വോട്ട് ചെയ്യായിരുന്നത്. അതിൻ്റെ എല്ലാം മുഖ്യ കാർമ്മികനാരായിരുന്നു? അത് മോദിയായിരുന്നു. അത് ആർക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള വോട്ടായിരുന്നു? നാളെ BJPയുടെ രാഷ്ട്രീയ തലത്തിലേക്കൊരു ചർച്ച വരുമ്പോൾ യോഗി പറയാൻ പോയിരുന്ന പോയിന്റ്, ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇലക്ഷൻ നടക്കട്ടെ, ഇലക്ഷൻ പറഞ്ഞിട്ട് കാര്യമില്ല. പാർലമെൻറ്റ് ഇലക്ഷനിൽ ഇഷ്യൂസ് എന്തായിരുന്നു? ഇവിടെ പിണറായി വിജയനും അത് തന്നെ പറയുന്നത്. പാർലമെൻറ്റിലെ ഇലക്ഷനിൽ ആൻറ്റി മോഡി ഫീലിംഗ് ഉണ്ടായി. ഏകാസ്ഥിതീയ ഹിന്ദുക്കളും താഴെയുള്ള ഏറ്റവും ഭക്തരായ ഹിന്ദുക്കളും മോഡി അവിടെ പോയി ആ കോപ്രായം കാട്ടി ഇഷ്ടപ്പെട്ട് കാണില്ല. അമ്പലത്തിൽ, രാമൻ്റെ അമ്പലത്തിൽ. പിന്നെ അവിടെ ശിവഭക്തരുണ്ട്. ബംഗാളിലേക്ക് ചെല്ലുമ്പോൾ ദുർഗയുണ്ട്. മമത അതും ദുർഗയും കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഈ രാമനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഉത്തരേന്ത്യയിലെ ഒരു വിഭാഗത്തിൻ്റെ നേതാവായ ആത്മീയമായി ശ്രീരാമൻ ശരിയാണ്, നമ്മളൊന്നും തർക്കിക്കുന്നില്ല. പക്ഷേ ശ്രീരാമനാണ് ഏറ്റവും വലിയ ദൈവം എന്നുള്ള മട്ടിൽ അവതരിപ്പിക്കുമ്പോൾ റിയാക്ഷൻ ഉണ്ടാവും. തമിഴ്നാട്ടിലുണ്ടാവും. രാവണനെ പൂജിക്കുന്നവരുണ്ടോ? അപ്പോൾ ആ രീതിയിലേക്ക് കൊണ്ടുവരുന്ന സമീപനം വന്നപ്പോൾ യോഗി ആ ഇഷ്യൂ എന്ത് ചെയ്തു? ഇന്ത്യ ബ്ലോ അപ്പ് ചെയ്യാത്തതിൻ്റെ, വലിയ കാര്യമായിട്ട് പ്രചരണത്തിന് ഉപയോഗിക്കാത്തതിൻ്റെ. അത് യോഗിക്ക് താല്പര്യമില്ല. കാരണം മോഡി അത് കൊണ്ടു വച്ചിരിക്കുന്നത്. മോഡി ചെയ്തോട്ടെ. ഇടനാഴി ഉണ്ടാക്കി വാരണാസിയിലേക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്ത് കൊടുത്തത്. 5 പൈസയുടെ വോട്ട് കൂടുതൽ കിട്ടി. അതിവിടെ എല്ലാം ഈ മതത്തെ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ വിഷയങ്ങളും ഒറ്റ പ്രാവശ്യം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. രാമജന്മഭൂമി പൊളിച്ചപ്പോൾ തന്നെ അതിൻ്റെ പ്രാധാന്യം പകുതി തീർന്നു. ആ വിഷയത്തിൻ്റെ പ്രാധാന്യം തീർന്നു. എന്നാൽ അത് പണിയും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ പേരിൽ ഒന്നും പറയാനില്ല, ആർക്കും പറയാനില്ല. ഇത് തന്നെ എല്ലാ രംഗത്തും. ഇപ്പോൾ ബോഫേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. എത്ര പ്രാവശ്യം അത് ഉപയോഗിക്കാൻ പറ്റി? ഇലക്ഷനിൽ എത്ര പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റി? 2 ഇലക്ഷനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മാക്സിമം 2. സരിത പിന്നെ ഇനി ചിലവാകും തോന്നുന്നുണ്ടോ?
അല്ല അതും ഇപ്പം ഏതാണ്ട് അവസാനിച്ചു. സർക്കാർ ഇടപാടും തുറന്നു. അപ്പോൾ അങ്ങനെ പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നമ്മുടെ കൺമുമ്പിലുള്ള ഇന്നോ നാളെയോ അല്ലെ ഇന്നലെയോ മിനിയാന്നോ നടന്ന കുറേ സംഭവങ്ങളല്ലാതെ പണ്ടുണ്ടായി നടന്ന സംഭവം പറഞ്ഞിട്ട് കാര്യമില്ല. യുവജന സമരകാലത്ത് ലാത്തിച്ചാർജ് നടത്തി, അവിടെ കാസർഗോഡ് വിദ്യാർത്ഥികളെ വെടിവെച്ചു, അല്ലെ മുരളി സമരം, ഇതൊക്കെ അറിയുന്ന എത്ര പേരുണ്ട്, ഓർക്കുന്ന എത്ര പേരുണ്ട്, ഓർക്കേണ്ടത് എന്തിനാ? ഈ രീതിയിലാണ് യോഗി അവിടെ മോഡി അങ്ങ് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. രാമൻ അവിടെ തീർന്നു, അമ്പലമായി. ഇനി അത് ആരെങ്കിലും പൊളിക്കാൻ ചെന്നാൽ ഈ പറയുന്ന ഫോഴ്സ് എല്ലാം കൂടെ യോജിക്കും. രണ്ടാമത് യോഗി കാത്തിരിക്കുന്നത് മോഡിയുടെ ശക്തി കുറയാതെ യോഗിക്ക് കയറാൻ പറ്റില്ല. യോഗിക്ക് ഒരു ടൈം കൂടെ വെയിറ്റ് ചെയ്യാം, 5 വർഷം കൂടെ വേണം. യോഗിക്ക് അധികം പ്രായമായിട്ടില്ല, വെയിറ്റ് ചെയ്യാം. പിന്നെ അഴിമതി ആരോപണം ഇല്ല എന്നുള്ളതാണ് മോഡിയുടെ ഷോട്ടിൽ അവിടെയാണ്. വ്യക്തിപരമായ അഴിമതി ആരോപണമില്ല, അഴിമതി ഇല്ല എന്നല്ല പറയുന്നത്. യോഗിയുടെ പേരിൽ അഴിമതി ആരോപണങ്ങൾ വരുന്നില്ല. അല്ല, പക്ഷെ അവിടെ വലിയ ബുൾഡോസർ രാഷ്ട്രീയം വലിയ വിഷയമാണ്. അല്ല, ബുൾഡോസർ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനേഷൻ കാണിക്കുക. ഇവിടെ പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞല്ലേ, എന്നാ അജിത് കുമാറിൻ്റെയും ശശിയുടെയും കാര്യത്തിൽ പറഞ്ഞ പോലെയാണ് യോഗിയെ അവർ അതെന്തിനു വേണ്ടിയാണ്? പശുവിനെ കൊന്നതിൻ്റെ പേരിലൊക്കെയാണ് ബുൾഡോസർ രാഷ്ട്രീയങ്ങൾ. ഞാൻ കരുത്തനാണ്, ഹിന്ദുക്കൾക്ക് വേണ്ടി ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യും. അതൊക്കെ ഇതെല്ലാം ഇവരെല്ലാം നമ്മുടെ തൊട്ട് മുമ്പുള്ള ഇന്ത്യയിലെ രാഷ്ട്രീയ സംഭവങ്ങളെ കോപ്പിയടിക്കുക. ഇന്ദിരാഗാന്ധി അതായിരുന്നു. സിഖുകാർ ഇന്നും നിലനിൽക്കുന്ന പ്രശ്നം. സിഖുകാരുടെ കലാപം തുടങ്ങുന്നു, ആയുധങ്ങളും എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇഷ്ടം പോലെ വരുന്നു. ഗോൾഡൻ ടെമ്പിളിലേക്ക് ആയുധങ്ങളെല്ലാം കയറ്റുന്നു. ഉടനെ അവസാനം ഇഷ്ടം പോലെ ആക്രമണങ്ങളായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ദിരാഗാന്ധി അടിച്ചമർത്താൻ തീരുമാനിക്കുന്നു. ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് ഇവന്മാരെ പുറത്താക്കാൻ തീരുമാനിക്കുന്നു. ആദ്യം വെള്ളം, വാട്ടർ സപ്ലൈ കട്ട് ചെയ്ത് നോക്കി, എന്നിട്ടൊന്നും രക്ഷയില്ല. ഇവന്മാർ അതിനുള്ള സ്റ്റോക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവസാനം പട്ടാളത്തെ, സൈന്യത്തെ ഉപയോഗിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങോട്ട് കയറിക്കോളാൻ ടാങ്ക് ഉൾപ്പെടെ കയറാൻ. ഈ തീരുമാനം അറിഞ്ഞപ്പോഴത്തേക്കും പ്രധാനപ്പെട്ട 2 നേതാക്കന്മാർ, ചന്ദ്രശേഖർ ഉണ്ടെന്നാണ് കൂടുതൽ, ലഫ്റ്റനൻറ്റ് ജനറൽ അറോറ അയും ചന്ദ്രശേഖറും കൂടെ പേഴ്സണലായിട്ട് ഇന്ദിരാഗാന്ധിയെ പോയി കാണുകയാണ്. എന്നിട്ട് പറഞ്ഞു, അവിടെ ഒരിക്കലും അത് ചെയ്യരുത്. ഇന്ത്യയിലെ ജനങ്ങൾ എന്തും സഹിക്കും, കഷ്ടപ്പാടും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയൊക്കെ അവൻ സഹിക്കും. പക്ഷെ അവൻ്റെ ദൈവത്തെയോ മതത്തെയോ തൊട്ട് കളിച്ചാൽ അത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇന്ദിരാഗാന്ധിക്ക് അപ്പോൾ ആവശ്യം അതായിരുന്നില്ല. ഹിന്ദുക്കളെ കൊല്ലുന്ന, സിഖുകാരെ അടിച്ചമർത്തുന്ന ഇന്ദിരാഗാന്ധി ആ രീതിയിലുള്ള ഇമേജ് അവിടെ ബിൽഡപ്പ് ചെയ്തു. ഇലക്ഷൻ ജയിച്ചത് വേറെ കാര്യം, പിന്നീടുണ്ടായ എന്നാന്ന് നമുക്കറിയാം. നമ്മളൊരാളെ എത്ര ഇപ്പോൾ ഇവിടെ BJP മോഡി ഇന്നല്ലെങ്കിൽ നാളെ ഗുജറാത്തിൽ ജയിച്ച് അവിടുന്ന് മാറിക്കൊണ്ട് മോഡിയുടെ വൈരാഗ്യം തീർന്നു വിചാരിക്കില്ല. ഇത് തമാശന് പറയുന്നതാണെങ്കിൽ പോലും സോണിയാഗാന്ധി 2ാമത് പ്രധാനമന്ത്രി ആകാതിരുന്ന, മൻമോഹൻ സിംഗിന് വരെ ആകാതിരുന്നതിൻ്റെ, നരസിംഹറാവിന് വരെ ആകാതിരുന്നതിൻ്റെ കാരണം എന്നാ? ഈ പേടിയുണ്ട്. ഇപ്പം ശ്രദ്ധിക്കുകയില്ല. പ്രധാനമന്ത്രി സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ഇവൻ്റെ പക അവനെ കാണിക്കും. അവിടെ പോയിട്ടുണ്ടോ? സിഖുകാരുടെ കൊല്ലപ്പെട്ട അവിടെ ഒന്ന് പോകണം. അവിടെയുള്ള പിള്ളേരോട് ഇപ്പം 40-40 വയസ്സായി അവരോട് സംസാരിച്ച് നോക്കണം. അവരുടെ ഉള്ളിലെ പക ഭയങ്കരമാണ്. അല്ല, എപ്പോഴാണ് നമ്മുടെ കൂട്ടല്ല അവർ. നമ്മളെ അപ്പനെ കൊന്നാലും അമ്മയെ കൊന്നാലും അമേരിക്കയിലേക്ക് ഒരു പാസ്പോർട്ട് അങ്ങോട്ട് പോകും. ഇതല്ല, ആ പക സൂക്ഷിക്കുന്നവരാണ്. അതാണ് സിഖ് ജനത. അതാണ് ഇവർക്ക് എല്ലാവർക്കും പേടി. അവിടെ കയറിയാണ് ഇന്ദിരാഗാന്ധി കുത്തിയത്. ഇന്ദിരാഗാന്ധിയുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം ഇവർ പറഞ്ഞതാണ്. അറോറ എന്ന് പറഞ്ഞാൽ ഇവരുടെ സൈക്കോളജി ശരിക്കറിയാവുന്നയാൾ പറഞ്ഞു. അല്ല, അന്ന് പക്ഷേ വിഘടനവാദം അതിശക്തമായി നിൽക്കുന്ന കാലം കൂടിയാണ്. ആരാ വളർത്തി? എങ്ങനെ വളർത്തു? ഇന്നിവിടെ നിങ്ങൾ ഈ കെട്ടിടത്തിലേക്ക് ആയുധങ്ങൾ കൊണ്ടുവരുന്ന വിവരങ്ങളെല്ലാം ആദ്യത്തെ ടാങ്ക് കൊണ്ടുവരുമ്പോൾ തന്നെ പിടിക്കുകയല്ലേ? തിരിച്ചവൻ ഇങ്ങോട്ട് അടിക്കാൻ സമ്മതം ഉണ്ടാക്കി കൊടുത്ത ആരാ? അവൻ കൊല്ലട്ടെ എന്ന് തന്നെ നോക്കിയിരുന്നു. ആദ്യം തന്നെ തീർക്കാം. ഇപ്പോൾ കാശ്മീരി പ്രശ്നം തീർക്കാതെ ഇങ്ങനെ വെടിവെപ്പൊക്കെ കൊണ്ടു നടക്കുകയാണ്. പാകിസ്ഥാൻ ആവശ്യമുണ്ട്, ഇന്ത്യക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ കാശ്മീർ വെടിവെക്കുന്നില്ല പറയാൻ പറ്റുമോ? രാഹുൽ ഗാന്ധി കാരണം അവർ ഇവിടെ വന്ന് വെടിവെക്കുന്നതെന്ന് ആലോചിച്ച്. കാശ്മീർ ഒരു ഉണ്ടാകുന്നില്ല, രാഹുൽ ഗാന്ധി കാരണമാണെന്ന് പറയാൻ പറ്റുമോ? ഈ സംഭവങ്ങളെല്ലാം എത്ര വൈരാഗ്യമുണ്ട്, പരസ്പരം കൊല്ലുന്ന മനസ്സാണേലും അതിൻ്റെ പുറകിലുള്ള താല്പര്യങ്ങൾ കോംപ്രമൈസ് ആകുമ്പോൾ, അതാ ഈ ചാകുന്നവനും കൊല്ലുന്നവനല്ല, അതിൻ്റെ പുറകിലുള്ള താല്പര്യങ്ങൾ കോംപ്രമൈസ് ആകുമ്പോൾ ബ്രേക്ക് ഇട്ട പോലെ നിൽക്കും. നിങ്ങൾ കണ്ണൂർ പോവാ, RSS മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊലപാതകം നടന്ന ആളെത്രയായി? എങ്ങനെയാണ് പോയത്? RSSകാരുടെ വൈരാഗ്യം മുഴുവൻ തുറന്നോ മാർക്സിസ്റ്റ് പാർട്ടിയോടുള്ള? അതോ RSSൻ്റെ നയം മുഴുവൻ മാറ്റിയോ? തിരിച്ചു. ഇത് നമ്മളെക്കാൾ എത്രയോ ഭയങ്കരമായിട്ട് ഉത്തരേന്ത്യ വർക്കൗട്ട് ചെയ്യുന്നു. ഉത്തരേന്ത്യയെ വർക്കൗട്ട് ചെയ്യുന്നതിൽ ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ
സെൻസിബിൾ ആയിട്ടുള്ള കുറേ നേതാക്കന്മാർ പണ്ട് കോൺഗ്രസ്സിലുണ്ടായിരുന്നു. ഇപ്പോൾ കമലാവതി ത്രിപാഠി ബ്രാഹ്മണനായിരുന്നു. പക്ഷേ ബ്രാഹ്മണാണേലും ഈ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ വ്യക്താവല്ല. അഗ്രസീവ് ബ്രാഹ്മൺസ് ഇല്ല, അഗ്രസീവ് ഹൈന്ദവസ് ഇല്ല. അത് മാറ്റി BJP ആ സ്ഥലത്ത്, കോൺഗ്രസ് ഒരിക്കലും ആ രീതിയിൽ പോയിട്ടില്ല, BJP ആ സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അഗ്രസീവായിട്ടുള്ള ഒരു ഹൈന്ദവ വികാരത്തെയാണ്. അത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവും. മതത്തെ വെച്ച് സംഘടിപ്പിക്കാൻ ജാതി ഓരോ നാട്ടിൽ വേറെ സംഘടിക്കാൻ തുടങ്ങും. ഞാൻ നായർ എനിക്ക് വേണമെന്ന് പറയും, നിങ്ങൾ മറ്റൊരു ജാതി നിങ്ങൾക്ക് വേണമെന്ന് പറയും. നമ്മൾ തമ്മിലോ ഓടി ഷിയ സുന്നി പിന്നെ ഹൂത്തി ഒക്കെ അടിയല്ലേ. ഇപ്പോൾ ഇവിടെ ഇസ്രായേലുമായിട്ട് പ്രശ്നമില്ലെന്ന് നാളെ നോക്കുമ്പോൾ ഇപ്പം തുടങ്ങും. ഇവിടെ ഇപ്പോൾ ഇസ്രായേൽ ഉള്ളതുകൊണ്ട് തൽക്കാലം പിടിച്ചു നിൽക്കാം, ആഭ്യന്തര സംഘർഷത്തിൽ നിന്ന് മാറി നിൽക്കാം. ഇവിടെ അത് തന്നെയാണ്. ഓർത്തഡോക്സ് ആക്കുമ്പോൾ ഇപ്പോൾ വലിയ പ്രശ്നമില്ലല്ലേ, കുറച്ച് കുറവുണ്ടത് എപ്പോൾ വേണേൽ ഉണ്ടാക്കാം. ഇത് എപ്പോൾ വേണേൽ താല്പര്യമുള്ളവർ, ഞാൻ ഇതാ എടുത്തു പറഞ്ഞത്, താല്പര്യമുള്ളവർ കോംപ്രമൈസ് ആകുന്ന സമയത്തൊന്നും വരികയില്ല. എപ്പോൾ വേണം ഉണ്ടാക്കാം. സുമാരൻ നായരും വെള്ളാപ്പള്ളി കൂടി ഇപ്പോൾ എന്തെങ്കിലും എതിര് പറയുന്നുണ്ടോ? നാളെ ഇലക്ഷൻ വന്നിട്ട് ആരെങ്കിലും രണ്ട് നല്ല സ്ഥാനാർത്ഥികൾ എപ്പറേപ്പറയും വരട്ടെ, ഇവർ പറയുമെന്നറിയാം. ഇതാണ് ഈ തിരിച്ചറിവ് താഴെ തട്ടിലുള്ള രാഷ്ട്രീയ പ്രവർത്തകന് അല്ലെ സാമൂഹിക പ്രവർത്തനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത്. ഈ യോഗിക്ക് ഇനി രാഷ്ട്രീയത്തിൽ ഭാവിയുണ്ടോ? അദ്ദേഹം ദേശീയ തലത്തിലേക്ക് ഉയർത്തപ്പെടുമോ? BJPക്ക് ഒരു തകർച്ചയുണ്ടായാൽ ഓൾട്ടർനേറ്റീവിന് വേണ്ടിയുള്ള അന്വേഷണം ചെന്നെത്തുന്നത് യോഗിയിലായിരിക്കും. ഫ്രം ഉത്തർപ്രദേശ് എന്നുള്ളത് മാത്രം. പിന്നെ രണ്ടാമത്തെ മാർഗ്ഗം അഖിലേഷ് യാദവാണ് വരാൻ പോകുന്നത്. അഖിലേഷ് യാദവ് മുഖ്യമന്ത്രിയായിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ഏത് സമയത്തും പ്രശ്നങ്ങളുണ്ടാകാം. കാരണം അവരുടെ സ്വഭാവം, തനി സ്വഭാവം കാണിച്ചാൽ. ഇപ്പോൾ ഹരിയാനയിലെ കാര്യം പറഞ്ഞാൽ, ഹരിയാനയിൽ ഇപ്പം ഗുസ്തിക്കാരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവരുടെ ആ സമരം ഭയങ്കരമായിട്ട് ഏറ്റു. ഒരു കുടുംബപരമായിട്ട് ഗുസ്തിക്കാരാണ്. ഇവിടെ അത് വലിയ വികാരമാണ്. മുലയാൻ സിംഗ് ഗുസ്തി ചാമ്പ്യനായിരുന്നു, ഇവനും മോശക്കാരനല്ല, പഠിക്കാനൊക്കെ പോയിട്ടുണ്ട്, ചാമ്പ്യനൊന്നും ആയിട്ടില്ല. അപ്പോൾ അത്തരം ഒരു ട്രഡീഷനാണ് ഇവരൊക്കെ അവിടുത്തെ ഉത്തരേന്ത്യയിലെ നേതാക്കന്മാർ വെച്ചു പുലർത്തുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ദേശീയ വിഷയങ്ങളിൽ ഏത് പരിതസ്ഥിതിയിലും സൗത്ത് ഇന്ത്യയിലെ നമ്മളെക്കാൾ കൂടുതൽ പ്രതികരിക്കുന്നവരാണ്. നമുക്ക് നമ്മുടെ കാര്യം കഴിഞ്ഞിട്ട് ബാക്കി ചില്ലറ കാര്യങ്ങൾ, കാരണം നമുക്ക് പൈസ ഉണ്ടായി പോയി പറയാം. റബ്ബറിൽ കൂടെ കിട്ടി, നേഴ്സുമാരെ കൂടെ കിട്ടി, മറ്റേ ഇപ്പം NRI കൂടെ കിട്ടും.